ലീഗുമായിട്ട് നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ സമസ്തയുടെ ആദർശം പാലിക്കാത്തവരുമായിട്ട് പ്രശ്നങ്ങളേ ഉള്ളൂ. ലീഗുമായിട്ട് പ്രശ്നമില്ല. സമസ്ത അതിൻ്റെ ആദർശം ആരൊക്കെ പാലിക്കുന്നോ, അതിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നോ അവരുമായിട്ടൊരു പ്രശ്നമില്ല. അല്ലാത്തവരുമായിട്ട് പ്രശ്നം സ്വാഭാവികമല്ലേ. ഇവിടെ എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയല്ലേ, അതിൻ്റെ എതിരാളികളെ നേരിടും. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ പദ്ധതി അത് കേരളത്തിൽ നടപ്പാക്കുന്നതിനെതിരെ ഇന്നിപ്പോ സുപ്രഭാതത്തിൽ ലേഖനമൊക്കെ ഉണ്ട് സംസ്ഥാന സർക്കാർ. ഞാൻ കണ്ടില്ല, നോക്കിയില്ല. ആ ഞാനത് പഠിച്ചില്ല. വേറെ ചോദിക്കണം. സമസ്തയും ലീഗും തമ്മിൽ പ്രശ്നം പരിഹരിക്കാൻ ഒരു കമ്മിറ്റി നിയമിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? അത് തുടങ്ങിയാലേ അറിയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രശ്നം പരിഹരിക്കും. തെരഞ്ഞെടുപ്പിന് ബന്ധമല്ല, പ്രശ്നങ്ങൾ എപ്പോഴും പരിഹരിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രശ്നം പരിഹരിക്കണം. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ലീഗിനൊരു ശല്യമായിട്ട് സമസ്തയിലെ പ്രശ്നം അത് ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. മാറലെല്ലാം എപ്പോഴും നല്ലതാണല്ലോ. തെരഞ്ഞെടുപ്പ് നാട്ടിലില്ല, മനുഷ്യൻ നന്നാവണ്ടേ? എല്ലാം നന്നാവണം. കുഴപ്പമൊന്നുമില്ല, ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ. സമ്മേളനത്തിന് എന്തായാലും ബാധിക്കൂല. സമ്മേളനം അതിൻ്റെ വഴിക്ക് വരുന്നുണ്ട്, ജനങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. സമ്മേളനത്തിൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. ലീഗോ കോൺഗ്രസോ ഒന്നും നമ്മൾ കാണുന്നില്ല. ഞങ്ങൾ സുന്നികളുടെ സമ്മേളനമാണ്. സുന്നികൾ ആരൊക്കെ ഉണ്ടോ അത് കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ലീഗിലും ഒക്കെ ഉണ്ട്. അവരൊക്കെ അതിൽ പങ്കെടുക്കും. രാഷ്ട്രീയം ഞങ്ങൾക്കില്ല. ലീഗുമായിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. നമ്മൾ സമസ്തയുടെ ആദർശം പാലിക്കാത്തവരുമായിട്ട് പ്രശ്നങ്ങളേ ഉള്ളൂ. ലീഗുമായിട്ട് പ്രശ്നമില്ല. സമസ്ത അതിൻ്റെ ആദർശം ആരൊക്കെ പാലിക്കുന്നോ, അതിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നോ അവരുമായിട്ടൊരു പ്രശ്നമില്ല. അല്ലാത്തവരുമായിട്ട് പ്രശ്നം സ്വാഭാവികമല്ലേ. ഇവിടെ എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയല്ലേ, അതിൻ്റെ എതിരാളികളെ നേരിടും. അകത്തുണ്ടാവില്ലല്ലോ, പാലിക്കാത്തവർ അകത്തുണ്ടാവില്ല. ഉണ്ടാവുമോ? അങ്ങനൊന്നുമില്ല. അങ്ങനെ ആര് പറഞ്ഞു? ഇങ്ങനെ നിങ്ങൾ പറയുന്നതല്ലേ, നമ്മൾ പറയില്ല. ഒന്നുമില്ല. ഒരു പ്രശ്നമില്ല. സമ്മേളനം ഗംഭീരമായിരിക്കും. നിങ്ങൾ ഈ രാജ്യത്ത് കണ്ട സമ്മേളനങ്ങളിൽ ഏറ്റവും വലിയ സമ്മേളനമായിരിക്കും. അത് നിങ്ങൾക്ക് എഴുതാൻ കഴിയും ഇൻഷാ അല്ലാഹ്.